ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പൂർണിമ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്വനിമോള് ബലൂൺ വാങ്ങിക്കാനായി ആ കടക്കാരന്റെ അരികിലേക്ക് പോകുന്നു. പൂർണിമ അത് ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ധ്വനിയുടെ മേലുള്ള ശ്രദ്ധ എല്ലാവരുടേതും മാറിപ്പോകുന്നു. ആ സമയത്ത് കച്ചവടക്കാർ അരികിലെത്തി ധ്വനിമോള് തനിക്കൊരു ബലൂൺ വേണമെന്ന് പറഞ്ഞപ്പോ പൈസ എവിടെ കൊച്ചേ, പൈസ ഇല്ലാതെ ഒരു സാധനവും തരില്ല, പോ കൊച്ചേ എന്ന് പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കി തന്റെ ബലൂണുമെല്ലാമായി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് ഒരു ബലൂൺ നിലത്തേക്ക് വീണു. അത് അയാൾ കാണാതെ പോകുമ്പോൾ ധനിമോള് ഓടിച്ചെന്ന് ആ ബലൂൺ കയ്യിലെടുത്ത് തനിക്ക് ബലൂൺ കിട്ടിയ സന്തോഷത്തിൽ ധനിമോൾ അങ്ങനെ തുള്ളിച്ചാടി നിൽക്കുമ്പോഴാണ് പൂർണിമ മോളെ അന്വേഷിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന് മോളെ കാണാതായതോടെ അരികിലിരുന്ന ചെറിയച്ഛനോട് ചോദിച്ചു. മഹാദേവന്റെ അടുത്തെത്തി പൂർണിമ മോളെ കണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ താൻ കണ്ടില്ല എന്നും പൂർണിമ മോളുടെ കൂടെ അല്ലായിരുന്നോ ധനിമോൾ ഉണ്ടായിരുന്നത് എന്ന് ചെറിയച്ഛൻ അന്വേഷിച്ചതും ഉടനെ എല്ലാവരും ആകെ ടെൻഷനിലായി. ഞാൻ എന്തായാലും മോളെ നോക്കാവൂന്ന് പറഞ്ഞ് പൂർണിമ പുറത്തേക്കിറങ്ങി. ഈ സമയത്താണ് ദുർഗയോട് അ- അക്ഷിതയുടെ ചെരുപ്പ് കാറിൽ നിന്ന് എടുത്തോണ്ട് വരാനായിട്ട് പറഞ്ഞത്. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്നോണം എന്നെല്ലാം പറഞ്ഞ് ഗിരിജ ബഹളം വെക്കുകയാണ് ദുർഗയോട്. ഇപ്പൊ ഞാൻ എന്താ അപ്പച്ചി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ, നീ പോയി ചെരുപ്പെടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചതും ക്ഷേത്രത്തിൽ അതിന് ചെരുപ്പിടാൻ പാടുണ്ടോ എന്ന് ദുർഗ അന്വേഷിച്ചതും, സാരയില്ല, ക്ഷേത്രത്തിൽ ഇടാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ, റൂമിലേക്ക് കൊണ്ടുവരാമല്ലോ, നീ ഇങ്ങത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ദുർഗയോട് ചെരുപ്പെടുക്കാനായി പറഞ്ഞയക്കുന്നു. ദുർഗ ചെരുപ്പെടുക്കാൻ കാറിനടുത്തേക്ക് പോകുന്ന നേരത്താണ് ധോനിമോള് ആ ബലൂണ് പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോഴേക്കും ധോനിമോൾ അവിടെ നിൽക്കുന്നത് കാണാതെ ക്ഷേത്രത്തിലെത്തിയ മറ്റൊരാൾ തന്റെ വണ്ടി റിവേഴ്സ് എടുത്ത് അത് തിരികെ നേരെ ധോനിമോൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ മോളെ ശ്രദ്ധിക്കാതെ പോകുന്നു. ഈ കാഴ്ച കാണുന്ന പൂർണിമ മോളെ അന്വേഷിച്ചു വരുമ്പോ മോളുടെ നേരെ ആ കാറ് പാഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത്. തന്റെ മോളെ അത് തീർച്ചയായിട്ടും ഇടിക്കുമെന്നറിഞ്ഞ ആ നിമിഷത്തിൽ ധനുമോളെ എന്ന് വിളിച്ച് അലറി വിളിക്കുന്ന പൂർണിമ അപ്പോഴേക്കും ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ദുർഗ അവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. മോളുടെ നേരെ ആ കാറ് വരുന്നുവെന്ന് കണ്ടതോടെ ദൂരെ നിന്ന് കണ്ട ദുർഗ വേഗം ധനുമോളുടെ അരികിലേക്ക് ഓടിയെടുത്തു. ഉടൻ തന്നെ ധനുമോളുടെ അരികിലേക്ക് എത്തിയ ദുർഗ ആ കാറ് ധനുമോളെ വന്നിരിക്കുന്നതിന് മുൻപ് തന്നെ മോളെ ചേർത്ത് പിടിച്ച് ദുർഗ നിലത്തേക്ക് വീഴുന്നു. കാറ് അയാൾ റിവേഴ്സ് എടുത്ത് തിരിച്ചങ്ങ് പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ദുർഗ കുഞ്ഞുമായി നിലത്തേക്ക് വീഴുന്നതും കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കാതെ തന്റെ മോള് രക്ഷപ്പെട്ടത് കണ്ട് അരികിലേക്ക് ഓടിയെത്തുകയാണ് പൂർണിമ. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പൂർണിമ അരികിലേക്ക് ഓടിയെത്തി ദുർഗയുടെയും ധനുമോളുടെയും അരികിലായിട്ട് പൂർണിമ ഓടിയെത്തി. അപ്പോഴാണ് ആ ഡ്രൈവറ് മോൾക്ക് നേരെ തന്റെ കാറ് വന്ന കാര്യം ശ്രദ്ധിച്ചത്. അയ്യോ, ഞാൻ കണ്ടില്ല, മോള് പിന്നിലായിരുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി എന്ന് പറഞ്ഞ് അയാൾ ക്ഷമ ചോദിച്ചു പോകുമ്പോ ദുർഗ മോളെ രക്ഷിച്ചതിന്റെ സന്തോഷത്തിൽ പൂർണിമ ദുർഗയോട് പറഞ്ഞു, ദുർഗ, എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, താങ്ക്സ് പറഞ്ഞാൽ അത് വലിയ കുറച്ചിലുമാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ, വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല ഈ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞതും ഈ സഹായം അത്രയ്ക്ക് വലുതാണെന്ന് പറഞ്ഞപ്പോ ദുർഗ പറഞ്ഞു, അയ്യോ ചേച്ചി, അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ഇതുപോലൊരു സാഹചര്യത്തിൽ ആരപകടത്തിൽപ്പെടുന്നത് കണ്ടാലും ഏതൊരു മനുഷ്യനും സഹായിച്ചു പോകും, അതില് ഇത്ര നന്ദി വാക്കുകളുടെ ആവശ്യമില്ല എന്ന് ദുർഗ പൂർണിമയോട് അറിയിച്ചു. എങ്കിലും എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ് എന്റെ ധുനിമോളെ രക്ഷിച്ചില്ലേ എന്ന് ചോദിച്ച് ദുർഗ നന്ദി പറയുമ്പോ ധുനിമോള് വേഗം പൂർണിമയെ വിളിച്ചിട്ട് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ രക്ഷിച്ചതും ദുർഗ മേഡമാണ്, ദുർഗ മിസ്സാണ് എന്നുള്ള സത്യം പറയാനായി ധനിമോൾ ഒരുങ്ങുന്നത് കണ്ടതോടെ ദുർഗയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഉടനെ ദുർഗ പൂർണിമ ധനിമോളോട് ദുർഗയ്ക്ക് താങ്ക്സ് പറയാനായിട്ട് അറിയിച്ചു. അപ്പോഴാണ് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ രക്ഷപ്പെടുത്തിയ കാര്യം ധനുമോള് പറയുന്നത് പൂർണിമ പെട്ടെന്ന് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ക്ഷേത്രത്തിൽ വെച്ച് അന്ന് നടന്ന സംഭവമല്ലേ മോള് പറയുന്നത് എന്ന് ചോദിച്ചതും കൃത്യമായി മനസ്സിലായ ദുർഗ വേഗം തന്നെ പൂർണിമയോട് പറഞ്ഞു, അതെ, മോള് വല്ലാതെ പേടിച്ചെന്ന് തോന്നുന്നു ചേച്ചി, മോളെ ഒന്ന് സമാധാനിപ്പിക്കേ എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കാതെ ഇരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ദുർഗ പൂർണിമയുടെ കയ്യിൽ മോളെ കൊടുത്തയക്കുന്നു. മോളെയും കൂട്ടിക്കൊണ്ട് പൂർണിമ അവിടെ നിന്ന് നേരെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഈ സമയത്ത് ദുർഗ അവിടെ നിന്ന് നേരെ പോയതും അവിടെ ഓഡിറ്റോറിയത്തിലെത്തിയ ആ നിമിഷം തന്നെ ഇനി ചടങ്ങിന് സമയമായല്ലോ, മോതിരമാറ്റം നടത്താനുള്ള സമയമായല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ആ ഓഡിറ്റോറിയത്തിലേക്ക് പെൺകുട്ടിയെ ആനയിക്കാനായി തിരുമേനി പറഞ്ഞനുസരിച്ച് അക്ഷിതയുമായിട്ട് എല്ലാവരും അവിടേക്ക് എത്തുന്നു. അക്ഷിത നേരത്തെ വന്ന് ആ മണ്ഡപത്തിൽ കയറിയിരുന്നു.
ഈ സമയത്ത് ഇനി വരനെ ആനയിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടേക്ക് പൃഥ്വിയും എത്തി. ഉടനെ ഇനി ചടങ്ങുകൾ ആരംഭിക്കാല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ നിന്ന് ചന്ദ്രമതി പറഞ്ഞത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ദുർഗ എവിടെ? ഇവിടെ ചെറുക്കനെയും പെണ്ണിനെയും ആരതി ഒഴിയണല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദുർഗനെ വിളിക്കാനായിട്ട് ചന്ദ്രമതിയും മറ്റും വസുമതിയോട് ആവശ്യപ്പെട്ടു. ഉടനെ വസുമതി ചോദിച്ചു, അല്ല, അങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ദുർഗ തന്നെ ഇത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ ഉടനെ പൂർണിമ പറഞ്ഞു, അത് എന്തായാലും ഇത് ഞങ്ങളുടെ ഒരു ആചാരമാണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പൂർണിമ അവരോട് പറയുമ്പോ ഇത് കേട്ട് നിന്ന് ചന്ദ്രമതി ചോദിച്ചു, എന്താചാരമാണെങ്കിലും ചെയ്യാമെന്നല്ലേ നിങ്ങൾ ആദ്യം വാക്കു പറഞ്ഞത്, എന്നിട്ടിപ്പോ ഇതെന്താ മടി കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വസുമതി പറഞ്ഞു, അതിനെന്താ, ദുർഗയെ വിളിപ്പിക്കാം, ഇപ്പൊ തന്നെ വിളിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ് വേഗം ഗിരിജയുടെ അരികിലേക്ക് ചെന്നു. അതെ നാത്തൂനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ, അവളെ വിളിപ്പിക്കാതെ രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഗിരിജ പറഞ്ഞു, അവളെ ഇവിടേക്ക് കൊണ്ടുവരാനോ? ഞാൻ സമ്മതിക്കില്ല, അവൾ എന്തായാലും ഇവിടേക്ക് വരണ്ട എന്ന് ഗിരിജ പറയുമ്പോ വസുമതി പറഞ്ഞു, എന്റെ ആഗ്രഹം തന്നെയാ, പക്ഷെ ഇവരാരെങ്കിലും അവളെ വിളിക്കാൻ ചെന്നാൽ അത് പ്രശ്നമാവില്ലേ നാത്തൂനെ എന്ന് ചോദിച്ചപ്പോ ഗിരിജ പറഞ്ഞു, അതിനെന്താ, ഞാനിപ്പോ അവളെ വിളിച്ചിട്ട് വരാലോ, അവളെ ഇവിടേക്ക് വരാത്ത കാര്യം ഞാൻ ചെയ്തു വെച്ചോളാം. വേഗം തന്നെ ഗിരിജ പറഞ്ഞു, ഞാനേ ആ ദുർഗയെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഗിരിജ വേഗം ദുർഗയെ വിളിക്കാനായിട്ട് പോന്നു. ഇനിയും വൈകിയാൽ മുഹൂർത്തം തെറ്റുമെന്ന് പറഞ്ഞ് എല്ലാവരും പൂർണിമയെയും കൂടി പറഞ്ഞയക്കുന്നു. ഈ സമയം ഗിരിജ വേഗം ദുർഗയുടെ അരികിലേക്ക് ചെന്നു. ദുർഗ കലവറയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് ഗിരിജ വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം നിന്നോട് പറയാനായി വന്നത്. ചിലപ്പോ പയ്യന്റെ വീട്ടുകാരെങ്കിലും വന്ന് നിന്നെ അവിടേക്ക് വരാനും എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടത്താനായിട്ട് നീ വരാനൊക്കെ നിർബന്ധിച്ചേക്കും. അപ്പോ നീ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ അപ്പച്ചി പറഞ്ഞത് കേട്ട് ദുർഗ ചോദിച്ചു, ഞാൻ എന്താ അപ്പച്ചി ചെയ്യേണ്ടത്? വരണ്ടേ? വരണോ? എന്താന്നാ അപ്പച്ചി പറയുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ഗിരിജ പറഞ്ഞു, നീ ഒരു കാരണവശാലും അങ്ങോട്ട് വന്നേക്കരുത്. അവിടെ വന്നാലുണ്ടല്ലോ, അവിടെ വെച്ച് ഞാൻ ബഹളം ഉണ്ടാക്കും, പിന്നെ ഈ വിവാഹം മുടങ്ങുകയും ചെയ്യും. അറിയാവല്ലോ എന്റെ സ്വഭാവം. അതുകൊണ്ട് മര്യാദയ്ക്ക് ആര് വന്ന് വിളിച്ചാലും നീ വരുന്നില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിക്കോണം. അത് കേട്ടതും ഗിരിജ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തലകുലുക്കി നിൽക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ അവിടേക്ക് പൂർണിമ എത്തിയത്. പൂർണിമ വന്ന് ദുർഗയോട് ചോദിച്ചു, അല്ല, ദുർഗ ഇവിടെ നിൽക്കുകയാണോ? വാ, അവിടെ ചടങ്ങ് തുടങ്ങാറായി. ഓഡിറ്റോറിയത്തിലേക്ക് താൻ എന്താ വരാത്തത്? അപ്പോഴേക്കും ദുർഗ പറഞ്ഞു, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് പൂർണിമ ചേച്ചി എന്ന് പറഞ്ഞപ്പോ ദുർഗയോട് പൂർണിമ പറഞ്ഞു, അതെ, അവിടേക്ക് താനിപ്പോ തന്നെ വരണം. അവിടെ ഒരു ചടങ്ങ് നടത്താനുണ്ട്. മോതിരം മാറ്റൽ ചടങ്ങിന് മുമ്പ് വരന്റെയും വധുവിനെയും ആരതി ഒഴിയുന്ന ഒരു ചടങ്ങുണ്ട്. അതും കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി തന്നെ ചെയ്യണം. അതുകൊണ്ട് ദുർഗ വന്നേ എന്നറിയിച്ചു. ഉടനെ ദുർഗ പറഞ്ഞു, അയ്യോ ചേച്ചി, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ഇത്തരം ചടങ്ങ് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ പൂർണിമ ചോദിച്ചു, അതെന്താ, തന്നെ അനുജത്തിയല്ലേ അഷിത എന്ന് ചോദിച്ചതും അതെ എന്ന് ദുർഗ സമ്മതിച്ചു. പക്ഷേ എന്റെ വിവാഹം ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വിവാഹം കഴിയാത്ത ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാവില്ലല്ലോ. അശുഭകരമായിട്ടുള്ള കാര്യമാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതെന്ന് ദുർഗ അറിയിച്ചു. അത് കേട്ടതും ഉടനെ തന്നെ ദുർഗയോട് വീണ്ടും പൂർണിമ പറഞ്ഞു, അതെ, താൻ അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ താൻ ഈ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. അപ്പോ എന്റെ സാഹചര്യം താനൊന്ന് മനസ്സിലാക്ക്. ഞാനിപ്പോ സെപ്പറേറ്റഡ് അല്ലേ? തന്റെ ചിന്താഗതിയാണെങ്കിൽ ഞാനും ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഉടനെ പൂർണിമ അന്വേഷിച്ചു. അതെ, ഇതൊക്കെ നമ്മൾ ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ പോലെയാണ്, ഓരോ മൈൻഡ് പോലെയാണ്. അതുകൊണ്ട് താൻ അതൊന്നും കാര്യാക്കണ്ട, താൻ ഇങ്ങ് വന്നേ, അവിടെ ആരും ഒന്നും ഇപ്പൊ പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ദുർഗയെ വിളിക്കുമ്പോ ദുർഗ ഗിരിജയെ വന്ന് നോക്കുന്നു. അപ്പോഴേക്കും ഗിരിജ വേഗം പൂർണിമയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാനായി ദുർഗയെ നിർബന്ധിക്കുന്നത് പോലെ, അയ്യോ ദുർഗെ, വാവ് ദുർഗെ എന്നൊക്കെ ഒരുമാതിരി രീതിയിലുള്ള സംസാരം ദുർഗയുടെ നേരെ ഗിരിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതെല്ലാം കേട്ടതും പൂർണിമയ്ക്കും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അപ്പോഴത്തെ ആ ഒരു സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഉടനെ ദുർഗയോട് ഗിരിജ പൂർണിമ ചോദിച്ചു, എടോ, തന്നോട് അങ്ങോട്ട് വരരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടാണോ താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? അപ്പോഴേക്കും ദുർഗ പറഞ്ഞു, അല്ല, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാ എന്ന് ഗിരിജ പറഞ്ഞിട്ടല്ല താൻ വരാത്തത് എന്നുള്ള രീതിയിൽ ദുർഗ പൂർണിമയ്ക്ക് സംശയമൊന്നും തോന്നാത്തതുപോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും പൂർണിമ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, താൻ വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നാ ശരി, തന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പൂർണിമ സമ്മതിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും അടുത്ത് നിന്ന് ഗിരിജ ചോദിച്ചു, അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ ചടങ്ങ് നടത്തണമെന്ന് നിർബന്ധമാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം, എന്റെ മോള് അഞ്ജലിനെ വിളിക്കാം, അവളെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് ചോദിച്ചു. ഉടനെ ഇത് കേട്ടതും പൂർണിമ പറഞ്ഞു, വേണ്ട,
ഈ ചടങ്ങ് ഇനി ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പൂർണിമ എത്തുന്നു. പൂർണിമ അവിടേക്ക് പോയതും ഗിരിജ വേഗം ദുർഗയൊന്ന് നോക്കി നിന്നെ ഞാൻ എന്ന രീതിയിൽ ഒന്ന് നോക്കി മുഖം കറുപ്പിച്ചിട്ട് ഗിരിജയും അവിടെ നിന്ന് പോന്നു. പിന്നീട് എൻഗേജ്മെന്റ് ചടങ്ങ് നടക്കുകയാണ്. ഇനി മോതിരം കൈമാറിക്കോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം തിരുമേനിയും ഇവർ തമ്മിലുള്ള വിവാഹം എന്തുകൊണ്ടും അത്യുത്തമമാണ് എന്ന് തന്നെ അദ്ദേഹം അറിയിക്കുന്നു. അതുകൊണ്ട് മോതിരം മാറ്റൽ ചടങ്ങ് നടത്താമെന്ന് അറിയിച്ചതോടെ ഉടൻ തന്നെ പൃഥ്വിയുടെ വിരലിലേക്ക് അഷിത മോതിരം അണിയിക്കാനായി ഒരുങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആ കലവറയിൽ നിന്ന് ദുർഗ ഓഡിറ്റോറിയത്തിനരികിലേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തിയതും കണ്ട കാഴ്ച പൃഥ്വിയുടെ വിരലിൽ അഷിത മോതിരം അണിയിക്കുന്നതാണ്. ഉടനെ തന്നെ മോളെ അഷിത ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ഓടിയെത്തിയെങ്കിലും അതൊട്ടും കേൾക്കാത്ത രീതിയിലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ അഷിതയുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്നവരെ അഷിതയ്ക്ക് ഉൾപ്പെടെ അവരുടെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഉടൻ തന്നെ അവർ മനസ്സിലാക്കുമെന്ന് ഓർത്തുകൊണ്ട് ആകെ വിഷമത്തോടെ അഷിതയെ വീണ്ടും പൃഥ്വിയുടെ വിരലിൽ ആ മോതിരം അണിയിച്ചതിന്റെ വിഷമത്തിൽ ദുർഗ ആകെ ടെൻഷനോടെ അരികിലേക്ക് ഓടിയെത്തി. ഉടൻ തന്നെ അരികിലേക്ക് വന്ന ദുർഗ അത് വേണ്ട എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും അഷിത പൃഥ്വിയുടെ വിരലിൽ മോതിരം അണിയിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ദുർഗയ്ക്ക് തന്റെ അനുജത്തിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇത്രയും വലിയൊരു ചതിയിലാണല്ലോ തന്റെ അനുജത്തി അകപ്പെട്ടതെന്നുള്ള വേദനയിൽ സങ്കടത്തോടെ ദേവിയുടെ ശ്രീകോവിലിന് മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാണ് ദുർഗ. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് കിരൺ എത്തി. എന്താടോ, എന്തു പറ്റി, താൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് കിരൺ വന്ന് ദുർഗയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ദുർഗ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് കിരൺ ചെറുക്കനെ കണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ അതിനിപ്പോ എന്താടോ പറ്റിയത് എന്ന് അന്വേഷിച്ചപ്പോ കിരൺ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ സ്കൂളിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിനെ കുറിച്ച്, അവൻ ഒരു സ്കൂളിലുണ്ടായിരുന്ന ഒരു പൃഥ്വിയെക്കുറിച്ച്, അയാളാണത് എന്ന് പറഞ്ഞപ്പോ കിരണുമാകെ ഞെട്ടലോടെ നോക്കി. ഒരു പെൺകുട്ടിയെ എന്ന് ചോദിച്ചതും അതേ എന്ന് ദുർഗ സങ്കടത്തോടെ തലകുലുക്കി. എല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് ദുർഗ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉടനെ കിരൺ പറഞ്ഞു, എടോ താൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചപ്പോ ദുർഗ പറഞ്ഞു, ഈ സത്യമൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ ആരും അത് ഉൾക്കൊള്ളില്ല. ഈ വിവാഹം മുടക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം പറയുന്നതാന്നേ എല്ലാവരും പറയുകയും വിചാരിക്കുകയുള്ളൂ എന്ന് സങ്കടത്തോടെ അക്കാര്യം കിരണിനോട് അറിയിച്ചു. അത് കേട്ടതും കിരൺ പറഞ്ഞു, എടോ അതിൽ യാതൊരു സംശയവും. താനിതൊക്കെ പറഞ്ഞാൽ ആ വീട്ടിൽ ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. താൻ അസൂയ കൊണ്ട് മനഃപൂർവ്വം ഇതൊക്കെ കെട്ടിച്ചമച്ച് പറയുന്നതാണെന്നേ അവർ പറയുകയുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ദുർഗ സങ്കടപ്പെടുന്നത് കണ്ട് കിരൺ പറഞ്ഞു, എടോ താൻ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. എന്തായാലും പറ്റിയൊരു അവസരം വരും, അപ്പോ സത്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ ഇനിയൊരു പോംവഴിയില്ല. താൻ സമാധാനത്തോടെ ഇരിക്കുന്നു പറഞ്ഞതും ഗിരിജ വീണ്ടും അതിലെ വരുന്നത് കിരൺ കണ്ടു. ദേ ആണ്ടെ ഗിരിജ അപ്പച്ചി വീണ്ടും വരുന്നുണ്ട്. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, കണ്ട വെറുതെ എന്നെ ചീത്ത പറയും. അങ്ങനെ പറഞ്ഞ് കിരൺ അവിടെ നിന്നും മാറി. ഉടനെ ദുർഗയുടെ അരികിലേക്ക് എത്തി ഗിരിജ ചോദിച്ചു, അതെ ചടങ്ങൊക്കെ അവിടെ മംഗളകരമായി, ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കും. കലവറയിലെ കാര്യങ്ങളൊക്കെ നീ നോക്കുന്നുണ്ടോ, എല്ലാം റെഡിയായോ എന്ന് ചോദിച്ചതും എല്ലാം റെഡിയായി അപ്പച്ചി എന്ന് പറഞ്ഞ് ദുർഗ വിഷമത്തോടെ നേരെ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ പൂർണിമയും പൃഥ്വിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂർണിമ അടുത്തിരുന്ന വസുമതിയോടും ഗിരിജയോടും ഒക്കെ ആയിട്ട് ചോദിച്ചു, അല്ല ദുർഗ എവിടെ, ദുർഗയെ കണ്ടില്ലല്ലോ. അപ്പോഴാണ് വസുമതി പറഞ്ഞത്, ഓ അവള് തനിച്ചേ ഇരിക്കുള്ളൂ, അവളിങ്ങനെ എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല, അവൾ ഒറ്റയ്ക്ക് തനിച്ചിരുന്നാ കഴിക്കുന്നത്. അങ്ങനെയാകുമ്പോ അവൾക്ക് ആസ്വദിച്ച് കഴിക്കാലോ, അവൾക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വസുമതി അറിയിച്ചു. ദുർഗയെ അന്വേഷിച്ച പൂർണിമയോട് ദുർഗ ഇപ്പോ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ലെന്നും തനിച്ച് കഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമെന്നും പറഞ്ഞത് കേട്ട് പൂർണിമ ചോദിച്ചു, അതെന്താ, എല്ലാ കാര്യങ്ങൾക്കും ദുർഗയ്ക്ക് ഒരു സ്പെഷ്യൽ ആണല്ലോ. എന്തായാലും എനിക്ക് ദുർഗയുടെ ക്യാരക്ടർ ഇഷ്ടമായി, എല്ലാവരുടെയും കാര്യങ്ങൾ സ്വയമാണല്ലോ നോക്കുന്നത്, അതെന്തുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പൂർണിമ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് അത് കേട്ടുന്ന ദേവൻ പറഞ്ഞത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യുന്നത്, എന്റെ ചുമതലകൾ കൂടി അവൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടെ നിന്ന് മഹാദേവൻ വിളിച്ചു പറഞ്ഞു, ഓ അപ്പോ ഒരു രീതി പറഞ്ഞ
ഞങ്ങളുടെ പൂർണിമ മോളെ പോലെ തന്നെ അല്ലേ? മോളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവളുടെ നിയന്ത്രണത്തിലാണ്. അവളാണ് എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് ദുർഗയും ഇവിടെ പെരുമാറുന്നതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ദുർഗയ്ക്ക് വേണ്ട കോംപ്ലിമെന്റ് ഒക്കെ അവർ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ദുർഗ കറി വിളമ്പാനായിട്ട് അവിടേക്ക് എത്തി. ഉടനെ ദുർഗയോട് പൂർണിമ ചോദിച്ചു, ആ ദുർഗ എന്താ ഇരിക്കാത്തത് എന്ന് ചോദിച്ചപ്പം, ഏ ആ ദുർഗയുടെ മേൽനോട്ടത്തിലാണോ ഈ വിവാഹം നടക്കുന്നത് എന്ന് ഉടനെ പൂർണിമ അതിശയത്തോടെ അന്വേഷിച്ചു. ഉടനെ ദുർഗ പറഞ്ഞു, എന്റെ അനുജത്തിയുടെ എൻഗേജ്മെന്റ് വളരെ ഭംഗിയായി നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാ എന്ന് ദുർഗ പറഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം വിളമ്പിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത് നിന്ന് പൃഥ്വി ദുർഗയെ കണ്ട് കലിയോടെ നോക്കുന്നു. ദുർഗയിലെ മുഖത്തേക്ക് നോക്കിയപ്പോഴുള്ള പൃഥ്വിയുടെ മാറ്റം ഉടനെ ദുർഗ ശ്രദ്ധിച്ചു. അതിനുശേഷം ഉടൻ തന്നെ പൃഥ്വി ഭക്ഷണം കഴിച്ച് വലിയ സാധുവോടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന പൃഥ്വി പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ആഹാരം അവിടെ ആ ഇലയിൽ തന്നെ അവശേഷിപ്പിച്ചിട്ട് ദേഷ്യത്തോടെ ദുർഗയെ നോക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അഷിതയോട് പൃഥ്വി സംസാരിച്ചു. അഷിത അപ്പോഴേക്കും പൃഥ്വിയോട് ചോദിച്ചു, അല്ല ഇതെന്താ ഭക്ഷണം മൊത്തം കഴിക്കാത്തത്, എന്തു പറ്റി എന്ന് അന്വേഷിച്ചപ്പോ പൃഥ്വി ചോദിച്ചു, എടോ തന്റെ ചേച്ചിയാണോ ഈ ദുർഗ? അത് കേട്ടതും അതെ എന്ന് അഷിത പറഞ്ഞതോടെ പൃഥ്വി ആകെ കലിയോടെ ദുർഗയെ നോക്കുന്നു. എത്രയും വേഗം തന്നെ തനിക്ക് മേനോനെയും സംഘത്തെയും പിടികൂടണമെന്നും നമ്മുടെ ടീം എത്രയും പെട്ടെന്ന് അയാളെ ട്രാപ്പിലാക്കണമെന്നും അയാൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് അയാൾ ഇവിടെ എവിടെയുണ്ടെങ്കിലും അയാളെ പിടിച്ച് ജയിലിലടയ്ക്കണം. അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ജെ ഡി തന്റെ ടീം അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു.